എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുന്നൂർ, പുനെ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണ്, പുതിയ ആളുകളാണ് അല്ലേ. അതേപോലെ തന്നെ ഒരുപാട് റീച്ചായ ചാനൽസ് ഉണ്ട് ഇവിടെ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ആരും തെറ്റിദ്ധരിക്കരുത്, ഒരു തുറന്ന് പറയുകയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്. നമ്മൾ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പൊതുവേ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് റീച്ചൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള, അതുപോലെ മോണിറ്റൈസൊക്കെ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും യൂട്യൂബിൽ. അവരുടെയൊക്കെ നമ്മൾ ചാനൽ കാണും. അതുപോലെ അതിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാനും മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മളൊരു പൈസ അടച്ചിട്ട് അവരുടെ ഗ്രൂപ്പിൽ ചേരുക. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം ഞാനും തുടങ്ങിയ ഉടനെ എനിക്കൊരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അത് ഈ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുകയല്ലാതെ, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കുകയല്ലാതെ കൃത്യമായിട്ടൊരു സത്യസന്ധമായ വിവരം നമുക്കറിയില്ലായിരുന്നു. അപ്പം നമ്മൾ പല നോളജും പുതുതായിട്ട് നമുക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ, അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള അല്ലേ, മില്യൺ കണക്കിനൊക്കെ സബ്സ്ക്രൈബേഴ്സുള്ള ആളുകളുടെ വീഡിയോ നമ്മൾ കേൾക്കും യൂട്യൂബ് ചാനലിൽ എല്ലാവരും കൊടുത്തിട്ടുള്ള. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നമുക്കതിനെപ്പറ്റി ഒരു ധാരണയില്ല. എന്താണ് സത്യം, എന്താണ് അസത്യം അറിയില്ല. അപ്പം ഒരു ചാനൽ കണ്ടു, മനസ്സിലായി, വേറെ ചാനലും ഏകദേശം അതേപോലത്തെ വിവരം തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് വിവരങ്ങൾ, ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് ആസ് എ യൂട്യൂബ് ചാനൽ ഉള്ള ഒരാൾ അല്ലേ, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്ന നിലയിലുള്ളൂ. അല്ലാതെ അതിന് ബേസിക്കായിട്ട് നമുക്ക് പഠിക്കാനൊന്നും അറിയില്ല. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ യൂട്യൂബ് നിങ്ങൾ എടുത്തു കളയും, ഇങ്ങനെ ചെയ്താൽ യൂട്യൂബ് അത് ചെയ്യും. അങ്ങനെ ഒരുപാട് പേടിപ്പിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സത്യസന്ധമായി പറയുന്ന വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് പലർക്കും ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നു, പിന്നെ അടുത്ത ദിവസം നോക്കുമ്പോൾ കുറേ ആൾക്കാർ അതിൽ നിന്ന് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ വ്യൂസ് നമ്മൾ കുറഞ്ഞു പോയി, ഇത്ര വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് കുറഞ്ഞു. അങ്ങനെ പലതും കുറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയതുണ്ടെങ്കിലും നിങ്ങളുടെ ലീഗലായിട്ടില്ല, അല്ലെങ്കിൽ നിയമപ്രകാരം യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ലിസ്റ്റിൽ വരൂ. അതുപോലെ അവർ പറഞ്ഞു 3-4 ചാനൽ നിങ്ങൾ നോക്കിയിട്ട് വേണം, കണ്ടിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ച് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്കാമായി പോവും, സ്പാമാവും. അങ്ങനെ പല നോളജൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ചിലതൊക്കെ സത്യമാണ്, ചിലതൊക്കെ അസത്യമാണ്. പക്ഷേ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച പോലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബ് ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ട് ഒരു കാര്യം ചെയ്യില്ല. യൂട്യൂബിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല, എങ്കിലും നമ്മൾ ലീഗലായിട്ടും ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിൽ കോപ്പിറൈറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോപ്പിറൈറ്റുള്ള ഒരു പാട്ടോ ഒക്കെ നമ്മൾ കരയൊക്കെ വെച്ചൊക്കെ പാടുകയാണ്, അല്ലെങ്കിൽ അത് അവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ ആരാണോ അതിൻ്റെ യഥാർത്ഥ ഉടമ, ആ പാട്ടിൻ്റെ സംവിധായകൻ, പാട്ടുകാരൻ, അവർക്കൊക്കെ 50% പോവും. ബാക്കി 50% മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുള്ളൂ മോണിറ്റൈസ് ആകുമ്പോൾ. ഈ ഒരു കാര്യം സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ പാട്ടുണ്ടാക്കിയതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊക്കെ അവരാണ്. നമ്മളതൊന്ന് അവതരിപ്പിച്ചു എന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊന്ന് പാടിയിട്ടുണ്ടാവും. അത് വരുമാനം 50-50 ആയിട്ട് പോകുന്നത് കേട്ടത് ഏകദേശം കുറച്ച് വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കി നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്താൽ അങ്ങനെയാവും, നിങ്ങൾ
ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് പിന്നീട് എന്ന് കുറയ്ക്കും. അങ്ങനെയല്ല. നമ്മളൊരു 100 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ 100 പേര് കൃത്യമായിട്ട് മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ 100 പേര് കണ്ടു എന്ന് കാണിക്കുമ്പം ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചാൽ പോലും അത് പിന്നീട് കുറയാൻ കാരണം എത്ര പേര് യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്, എത്ര ശതമാനം കണ്ടു, എത്ര നേരം അവിടെ എൻഗേജായി നിന്നു, കാണാതെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു പോയി, അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. ഇപ്പം നമുക്ക് വേണ്ടത് ഒരു ചാനൽ മോണിറ്റൈസ് ആവാൻ, അതെല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം 1000 സബ്സ്ക്രൈബേഴ്സ് നിർബന്ധമാണ്. അതുപോലെ 4000 വാച്ച് അവറും നിർബന്ധമാണ്. അതാണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ മോണിറ്റൈസ് ആവാൻ അപ്ലൈ ചെയ്യാൻ, നമുക്ക് അപേക്ഷിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയൊരു നോളജ് ആയിരുന്നു, ഈ ഷോർട്സ് ഇഷ്ടംപോലെ ഇട്ടുകൊണ്ട് കാര്യമില്ല. 1-2 ഷോർട്സ് മതി. ഷോർട്സ് വഴി നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടും, പക്ഷേ വാച്ച് അവർ കണക്കിലെടുക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ സത്യസന്ധത എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. ഞാനും അങ്ങനെ കരുതി. ഞാനും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ വാച്ച് അവർ ആയതിനു ശേഷം പിന്നീട് കുറയാൻ തുടങ്ങി. ഞാനാകെ ടെൻഷനായപ്പോൾ ഇങ്ങനെ കുറയുകയാണെങ്കിൽ പിന്നെ എന്തിനു ചെയ്യണം? അപ്പോൾ ഞാൻ ചെയ്യുന്നത് കുറഞ്ഞു. അപ്പോൾ പിന്നെയും കുറഞ്ഞു. പിന്നെ എപ്പോഴും അത് കൂടി. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണ് കൂടുന്നത്, എന്തിനാണ് കുറയുന്നതെന്ന് മനസ്സിലായില്ല. അവസാനം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ 28 ഡേയ്സിൻ്റെയാണ്. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തു. നമ്മളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യൂസ് അല്ലെ വ്യൂവേഴ്സിൻ്റെ നമ്പറും അതുപോലെ വാച്ച് അവറും എല്ലാം 28 ദിവസത്തേക്ക് മാത്രമേ ഉള്ളതാണ്. 28 ദിവസത്തിൻ്റെ ആ സർക്കിളിൽ കിട്ടിയതാണ്. അപ്പോൾ അവിടെ കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടുണ്ടാവുള്ളൂ, ആളുകൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, അതിൻ്റെ പേരിൽ കുറഞ്ഞതാവാം. പിന്നീട് പക്ഷെ അത് കണ്ടിന്യൂറ്റി ഉണ്ട്, അത് നമ്മളെ സേവായി കിടക്കാണ്ട് അവിടെ. അങ്ങനെ പോയിട്ട് നമ്മൾ ഒരു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം എന്നതിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത്ര വാച്ച് അവർ കിട്ടി, ഇത്ര വാച്ച് അവർ കിട്ടി നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല, യൂട്യൂബ് നമ്മളെ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല, ടോട്ടൽ വെക്കുകയാണ്. അപ്പോൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര. സ്റ്റുഡിയോയിൽ പോയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അത് എങ്ങനെയാണ് നോക്കുന്നത് ഞാൻ അടുത്തൊരു ചാനലിൽ തീർച്ചയായും പറയാം. ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. അപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മൾ മറ്റുള്ളവർ കേട്ടിട്ട് പാനിക് ആവേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അറിവുള്ളവരാണെങ്കിലും അതിൽ നമ്മൾ കണ്ടില്ലേ തമ്പനെയിലൊക്കെ അങ്ങനെ ഇടുന്നത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ചാനൽ ഡിലീറ്റ് ആയി പോകും, നിങ്ങൾ ബ്ലോക്ക് ചെയ്യും, നിങ്ങൾ യൂട്യൂബ് എടുത്ത് കളയും. അപ്പോൾ ആ തമ്പനെയിൽ കണ്ടിട്ട് പേടിച്ചിട്ട് നമ്മൾ പോയി കാണും. അപ്പം നമ്മളെപ്പോലുള്ളവർ അത് പോയി കാണണം എന്നത് തന്നെയാണ് ഈ ഇൻഫ്ലുവൻസിൻ്റെ ഒക്കെ ഉദ്ദേശം. അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ യൂട്യൂബായിട്ട് നമുക്കത് ദോഷകരമായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ മിസ്റ്റേക്ക് തന്നാൽ നമ്മൾ പനിഷയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ പല വകുപ്പുകളുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ആവും, ചിലർക്ക് മെല്ലെ ആവുള്ളൂ. നമ്മൾ കണ്ടിന്യൂറ്റി വേണം, കൺസിസ്റ്റൻസി എന്ന് പറയുന്നതിന്. കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റൻസി പാലിച്ചുകൊണ്ട് നമ്മൾ വീഡിയോസും ഷോർട്സൊക്കെ ഇട്ട് പോവുക. പിന്നെ അതിൻ്റെ കണ്ടൻറ്റ്, ഈ കണ്ടൻറ്റിനാണ് ഒരുപാട് പ്രാധാന്യം. അതിൻ്റെ കണ്ടൻറ്റ് വളരെ രസകരമാണെങ്കിൽ, അല്ലെങ്കിൽ അറിവ് നേടാൻ പറ്റിയത്, അങ്ങനെ വാല്യൂ ഉള്ളതാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ആണെങ്കിൽ തീർച്ചയായും ആളുകൾ ഒന്ന് കാണുകയും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരികയും ചെയ്യും, ലൈക്കും കമൻറ്റൊക്കെ വരും. പിന്നെ നിങ്ങളൊരു ലെവൽ ആകുമ്പോൾ നിങ്ങളുടെ ഇടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സൊക്കെ ഒരുപാട് പേര് കാണുന്നു എന്ന് യൂട്യൂബിന് മനസ്സിലാവുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ്, സെമി സ്റ്റാൻഡേർഡ്, അതുപോലെ തീരെ ആവറേജ്, ബിലോ ആവറേജ്, അങ്ങനെ പല പല ലെവലുകളുണ്ട്. അപ്പോൾ നിങ്ങളത് എബോ ആവറേജായി മാറുകയും പിന്നെ പലപ്പോഴും ബെസ്റ്റായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങളെ ശ്രദ്ധിക്കും.
അപ്പോൾ അത്തരം കാറ്റഗറിയിലേക്ക് നിങ്ങളുടെ വീഡിയോസും ഷോർട്സും യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളറിയാത്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ തേടിയെത്തും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു സ്ട്രഗിളാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള സ്ട്രഗിളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞുതരാം. ഇപ്പം തന്നെ 10 മിനിറ്റിൽ കൂടുതലായി, 10.5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, മനസ്സിലെ ഡൗട്ട്സ് മാറിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുരേഷ് പുനൂർ, പൂനെ.